ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടൂർ ആന സങ്കേതത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് വളർത്തി പിന്നെ തിരിച്ച് കാട്ടിവിടുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ചോദിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇത് അതാണ്. ബാക്കിയുള്ള ആനയൊക്കെ അപ്പുറത്തുണ്ട്. ഇതിപ്പോൾ അവിടെ നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങിയതാണ് സംഭവം. കണ്ട ഫുള്ള് കാട റിസർവ് ഫോറസ്റ്റ് ആണ് മൊത്തം. അതിനകത്തുള്ള നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ എടുത്തേക്കുന്ന ബോട്ടാണെങ്കിൽ 2 പേര് കയറാൻ വരുന്ന ബോട്ടാ. ഇതിന് അരമണിക്കൂറത്തേക്ക് 100 രൂപ ഉള്ള. ഇതിന് മറ്റേ കൊട്ടവഞ്ചി ഉണ്ട്, ആ കിടക്കുന്ന സാധനം. അതിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപ. അത് പിന്നെ ഒരാൾ കൂടെ വരും നമ്മുടെ കൂടെ, അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. എന്തായാലും ഇത് കൊള്ളാം. 100 രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ ചവിട്ടി ഒരു വർക്കൗട്ട് ആവും. പിന്നെ ഈ കാടൊക്കെ കാണാൻ പറ്റും. ഇതിനകത്തൊക്കെ എന്തോ കിളികളൊക്കെ ഉണ്ട്, കുറേ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. എന്തായാലും നമുക്കിനി തിരിച്ചപ്പുറത്തെത്തിയിട്ട് ഞാൻ ഈ സ്ഥലം മൊത്തം കാണിച്ചു തരാം. ആന സങ്കേതം, ആനയും എല്ലാം കാണിച്ചു തരാം. കുറേ എനിക്ക് തോന്നുന്നു 13 ആനയെങ്ങാണ്ടുണ്ട് ഇവിടെ. എന്തായാലും ചിലതിന് നല്ല വയസ്സുള്ള 86 വയസ്സുള്ള ആനയെ കൊണ്ടെന്ന് പറയുന്നത് കേട്ട്. നമുക്ക് പോയി നോക്കാം. ആദ്യമേ കരയ്ക്കെത്തണമല്ലോ. അപ്പം കരയ്ക്കോട്ട് പോവാം. ഇപ്പോൾ അതാ റിവേഴ്സ് എടുക്കുക. ഗൈസ്, വെള്ളത്തിന് വലിയ തണുപ്പൊന്നുമില്ല, ഒരു ചെറിയ ചൂട്. ഈ സമയമായോണ്ടാ, ഉച്ച സമയമല്ലേ. ഇതുണ്ട്, ഇതിൻ്റെ ഈ സാധനം പിടിച്ച് തിരിക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പിന്നെ ഇതിങ്ങനെ കറക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകും. ഇതെന്തുവാ? വേസ്റ്റ് പിന്നാ. ഇതിനകത്ത് വേസ്റ്റ് പിന്നൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കരയ്ക്കെത്തി ഗൈസ്. ഇതാണ് നമ്മൾ പോയ ബോട്ട്. കണ്ടോ, 2 പേര് ഇരിക്കാൻ വരുന്ന ബോട്ട്. പിന്നെ ഞാൻ പറഞ്ഞ കൊട്ടവഞ്ചി. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. നമ്മൾ പോയത് അങ്ങോട്ടാണ്. അവിടെ വരെ സ്ഥലമുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ കുറേ പോകാൻ പറ്റും. പക്ഷെ എന്നാലും കുറച്ചേ കൊണ്ടുപോകൂ, കുറേ കൊണ്ടുപോകത്തൊന്നും ഇല്ല. എന്തായാലും ഇവിടെ നിന്നാണ് ബോട്ടിൽ കയറുന്ന സ്ഥലം. പിന്നെ ഇനി ഞാൻ ആനയൊക്കെ കാണിച്ചു തരാം. ഇത് അങ്ങ് മീനുകളിൽ ആനയൊക്കെ നിൽക്കുന്നുണ്ടോ? അങ്ങോട്ട് പോയി ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ആന നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്ന ആനയുടെ പേരാണ് മിന്നു. ഇത് 27 വയസ്സുള്ള ആനയാണ്. ഈ കിടക്കുന്ന വണ്ടിയൊക്കെ കണ്ടോ? ഇതൊക്കെ ആനയെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ആ കിടക്കുന്ന അപ്പുറത്ത് കിടക്കുന്നേയും ഈ കിടക്കുന്നേയും കുറേ കുരങ്ങന്മാർ അവിടെ എത്ര എണ്ണോ നോക്ക്. എൻ്റെ അമ്മേ, അയ്യോ കുറേ കുരങ്ങന്മാർ. അത് നോക്കി ദേഹത്തോട്ടം തേച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഇതെല്ലാം കൂടെ പെട്ടെന്ന് എവിടുന്ന് വന്നെന്നാ? ഓ വാട്ട് എ ജംപ്. അത് നോക്ക്. ഈ കാണുന്ന ആന നമ്മൾ അവിടെ നിന്ന് കണ്ടത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കുറച്ച് ടെററാന്ന് തോന്നുന്നു. അടുത്തോട്ട് എനിക്ക് പേടിയാണ്. തൂക്കിയെടുത്ത് എറിഞ്ഞാൽ അപ്പുറത്തെ തൂക്കി കിടക്കും. ഒന്ന് ഇന്ന് ആട് നോക്ക്. കുറച്ച് വിഷയമാണ്. ഇവിടെ എന്തോ കിടങ്ങ് പോലൊക്കെ ഉണ്ട്. കണ്ട് ഇതിൽ കൂടെ നടന്നു കൊണ്ടി വരും. എന്തുവരും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. റിസ്ക്കാ. നല്ല വലിപ്പമുണ്ടെന്നേ, നോക്കി. ഓ എൻ്റെ അമ്മേ, സീൻ സാധനം. ഇതിങ്ങനെ ഇളകിയിരിക്കുവാന്നല്ലോ. എടാ അതിൻ്റെ തുമ്പിക്കൈ തിന്നുന്നു. അവിടെ സ്വന്തം തുമ്പിക്കൈ തിന്നുന്നു. ആനയുടെ പേര് കിട്ടി ഹരിപ്പാട് ഹരികൃഷ്ണൻ. അതാണ് ആ നിൽക്കുന്ന സാധനം. ഉഫ്, ഒന്നൊന്നര സാധനം തന്നെ കേട്ടോ. എൻ്റെ അമ്മേ, ഈ കുരങ്ങ് ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ അടുത്തോട്ട് തോന്നിയൊന്നുമില്ല. കാരണം പേടിയായിരിക്കും. ഉഫ്, സീൻ സാധനം തന്നെ അല്ലേ. എന്ത് വലിയ ആനയത്. ഓട്. ഓ സീൻ. എന്താ അവിടെ ഇങ്ങോട്ട് വരുന്നു? വരുന്നടാ. പോവാം. അത് കണ്ടോ, ഇച്ചിരി ഉള്ളെങ്കിലും ഭയങ്കര ദേഷ്യം അതിന്. പോട്ടെ. ടാറ്റ ഗൈസ്, ടാറ്റ. ഞങ്ങൾ പോന്നു. അയ്യോ വരുന്നു. കഴിക്കുന്ന ഭക്ഷണമൊന്നുമല്ല. ലാസ്റ്റ് എല്ലാം കൂടെ വയലൻ്റ് ആയടാ. ഇങ്ങോട്ട് സൗണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നു. മോനെ അഗ്രസീവ് ഫേസ്. ഇച്ചിരി ഉള്ളെങ്കിൽ എന്താ ഭയങ്കര ധൈര്യമാണ്. അതിനെക്കാട്ടിയും 10 ഇരട്ടി വലിപ്പമുള്ള, 10 അല്ല 20 ഇരട്ടി വലിപ്പമുള്ള അമ്മ അടുത്ത് ഈ വെള്ളം ഉണ്ടാക്കുന്നത്. എന്നാലും വന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ കിടക്കണ്ടേ, വലിയ ബുദ്ധിമുട്ടാവും. ഊഞ്ഞാലൊക്കെ ഉണ്ടോ ആടുന്നോ? ഇതോ ആ കിളിയൊക്കെ ഉണ്ടോ? അത് കുറേ നേരം കൊണ്ടേ അങ്ങനെ ഇരിക്കുക.
അവിടെ എന്തോ കുറ്റി എന്നുണ്ടെന്ന് തോന്നുന്നു, അതിന് മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുക. അനങ്ങുന്നില്ല കുറേ നേരം. ഇടയ്ക്കൊന്ന് ചിറക് നോക്കും, പിന്നെ അടക്കി, പിന്നെ അങ്ങനെ ഇരിക്കും. ഇതാ വേറെ രണ്ടാന. ഇത് രണ്ടും ചെറുതാ. ഒരെണ്ണത്തിൻ്റെ പേര് അമ്മു, ഒരെണ്ണത്തിൻ്റെ പേര് പൊടിച്ചി. ഇത് അമ്മുവും അത് പൊടിച്ചിയാന്ന് തോന്നുന്നു. രണ്ടും വലിയ പ്രായമില്ലാത്ത ആനകളാണ്. നിൽക്കുന്നുണ്ടോ? എല്ലാം നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അത് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നു. ഓ ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നു. അത് കൊള്ളാമല്ലേ? അത് കാലൊക്കെ ചേർത്ത് വെച്ചേക്ക് നോക്കി. ഭയങ്കര വെറൈറ്റി പോസായി ആനയ്ക്ക്. ഗായ്സ്, നമ്മളെ 86 വയസ്സുള്ള ആനയെ കാണാൻ വന്നേക്കുവാണ്. ഇവിടെ ആകപ്പാടെ ഉള്ളൊരു വയസ്സായ ആന അതാണ്. നിൽക്കുന്നുണ്ടോ? അത്രയും പ്രായമുള്ള ആനയാണ്. അയ്യോ, ആ കൊമ്പ് കണ്ടോ? കാണുന്നില്ലല്ലോ. ആ കണ്ട 86 വയസ്സുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പം പോലെ ഇരിക്കുമോ? ഈ ആനയ്ക്ക് 86 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണോ? എത്ര തുമ്പിയല്ലേ, മൊത്തം തുമ്പി. ഗൈസ്, നമ്മൾ കുട്ടിയാനെ കാണാൻ വന്നേക്കുവാണ്. ഇത് കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വലുതാണല്ലോ. എടാ 3 എടാ 3 കറക്റ്റ് നമ്പർ കറക്റ്റ്. അയ്യോ 4 നമ്പർ കറക്റ്റ് ഗസ് ചെയ്ത് 50 വരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ 3 അല്ല 4 ഉണ്ട്. ഇത് കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. നോക്ക്, അതെന്തോ കാണിക്കുന്നത് അപ്പുറത്ത്. യോഗയാന്ന് തോന്നുന്നു ഗൈസ്. എടാ എന്തോടെ കിസ് അടിക്കുവാന്നോ? അത് അടി കൂടുവാന്നോ? മയിലിൻ്റെ അടി കൂടൊക്കെ വന്ന് തോന്നുന്നു. ഇത് നോക്ക്, ഇത് ചിരിയുള്ളല്ലേ? ഇതിനെ എടുത്ത് പോക്കാൻ പറ്റുമോ? ഇതിന് എത്ര കിലോ ആണ് വെയിറ്റ്? എനിക്ക് തോന്നുന്നു 500 കൂടുതലാണോടാ. 500 അല്ല, 700, 1000 അടുത്ത് കാണും. ചുമ്മാ പൊട്ടത്തിലെല്ലാം വിളിച്ച് പറയുക ക്യാമറയിൽ. ഇതാണ് കോമഡി. ഒന്നിനും കൊമ്പ് കിളിച്ച് വരുന്നേ ഉള്ളൂ. കണ്ടോ? കണ്ടോ ചെറുതായിട്ട് കിളിച്ച് വരുന്നു. എടാ മേളിൽ കയറിയടാ. എടാ വലിഞ്ഞ് മേളിൽ കയറിയടാ. എടാ ആന എണീറ്റിരിക്കുന്നു. ഇറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കാൻ എത്ര വാല പിടിച്ച് വലിക്കുന്നത് കണ്ടോ? അതാ പറഞ്ഞേ, ഇതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ എത്ര വേണമെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാൻ. നല്ല രസമുണ്ട്. അത് നോക്ക്, പിന്നെ കയറിപ്പോന്ന്. ഇതാ അടുത്ത ആന. പേര് രാജ, വയസ്സ് 11. ഓ, ഇതിൻ്റെ ചങ്ങലയ്ക്ക് ഇത്ര നീളമുണ്ട്. വിചാരിച്ചെങ്കിൽ പോടിഞ്ഞ് വരാം. അതിൻ്റെ കൊമ്പ് കൂർപ്പിച്ച് വെച്ചേക്കുന്നുണ്ടോ? വെട്ടിയിട്ട് കൂർപ്പിച്ച് വെച്ചേക്കുന്നത്. ഇവൻ വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു പാവത്താൻ ലുക്കുണ്ട്. മറ്റേൻ്റെ അത്ര വയലൻ്റ് അല്ല എന്തായാലും. നല്ല ഭംഗിയുണ്ടല്ലേ നോക്ക്. മോനെ സീൻ. ഇവളുടെ പേര് ആമിന, വയസ്സ് 5 വയസ്സ്. ഇത് പാവ കേട്ടോ, പതുക്കെ ഇങ്ങനെ നിൽക്കുന്നു. അയ്യോ, ഭയങ്കര ക്യൂട്ട് ലുക്ക് നോക്ക്. ഒരു പ്രശ്നമില്ല, സമാധാനമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് ഇറങ്ങാനുള്ളത് ഗൈസ്, നമ്മൾ അതുവഴിയാണ് കയറിപ്പോയത്, ഇതുവഴി ഇറങ്ങി വന്നത്. അപ്പോൾ എന്തായാലും സ്ഥലം നൈസാണ്. വരാൻ വരുന്നത് വരാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.